ഞാൻ ഗ്ലാസ് വെച്ചിരുന്നത് ഫാഷന് വേണ്ടിയിട്ടല്ല, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. പ്രൊട്ടക്ഷൻ. ഉച്ചക്ക് 1:30 നമ്മള് ഒരു ദിവസം ഉദ്ദേശിച്ച മാതിരി ആവില്ല അടുത്ത ദിവസം. അപ്പൊ ഞങ്ങൾ തിരിച്ച് പോയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു സാധനം കിട്ടിയിരുന്നില്ല. അതെ, മഴ കൂടി മഴ കൂടി വണ്ടി കയറിക്കോ. തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ വന്നടി, അപ്പൊ അടിയുടെ ചെറിയ ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ കോടേക്ക് വീണ്ടും എൻട്രി ചെയ്യാൻ പോവാണ്. പെട്ടെന്നാണ് ഒന്നും കാണാതെ. ഇത് രസമുണ്ടോ ഗൈസ്? കമന്റ് ഇട്, എന്നിട്ട് നമുക്ക് അടുത്ത വരണം മേടിക്കാം. ചിറക്കലാണോ? ബാലുണ്ട്. കണ്ണൊക്കെ പോയിടാ, അറിയണ്ടേ തുമ്മലും വെള്ളത്തിന്റെ ആണോ ജലദോഷവും ഒന്നും വെള്ളമാണോ അതോ പൊടിയാണോന്നും അറിയില്ല. മൊത്തത്തിൽ തീരുമാനമായി. നമ്മള് റൂമിൽ നിന്ന് ഇറങ്ങാണ്. ഇക്ക ഡ്രസ്സൊക്കെ മാറിട്ടോ. കോംപ്ലിമെന്ററി ആയിട്ട് വന്ന ബ്രഷും പേസ്റ്റും ഒക്കെ എടുത്തില്ലേ, ചെറുപ്പൊക്കെ എടുത്തില്ലേ? ഞാൻ ഗ്ലാസ് വെച്ചിരുന്നത് ഫാഷന് വേണ്ടിയിട്ടല്ല, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ. ബാക്കി ചോദിച്ചിട്ട് കാണാൻ വൈഫൈ ഒക്കെ കണക്ട് ചെയ്തിട്ട് വേണം ബില്ല് കൊടുക്കാൻ അല്ലേ ചേട്ടാ? ആവശ്യം അങ്ങനെ ഗ്യാപ്പ് റോഡിലേക്ക് നമ്മൾ എൻട്രി ചെയ്തു. ക്ലൈമറ്റ് വൈകുന്നേരം കുഴപ്പമുണ്ടായില്ല, പക്ഷെ നമ്മൾ തിരിച്ച് വരുമ്പോൾ ഇനിയിപ്പോൾ നാളെ വെയിലാവുന്ന പ്രതീക്ഷയിലാണ് വന്നത്. നല്ല ക്ലൈമറ്റ് അവനത് കാണണ്ടേ, അവൻ നീലക്കുയിലിനെ പോലെ അവിടെ ഉണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു ഇതുപോലെ ഒരാൾ ഇവിടെ, ഇന്നും ഇതവിടെ ഒരാള് കരിക്കിൻ്റെ ഫോട്ടോ എടുക്കട്ടെ നൈസായിട്ട്. അവിടെ രസമുണ്ടാ ഈ ആംഗിള് നോക്ക്. മച്ചൊന്ന് മാറിക്കോ 5 മിനിറ്റിന് കറങ്ങ. സമയം 12 മണി കഴിഞ്ഞു, 12:30 ആയി. പക്ഷെ ഇവിടെ വെയിലൊന്നുമില്ല. ഗ്യാപ്പ് റോഡിൽ നിന്ന് കുറച്ചിങ്ങോട്ട് നീങ്ങി, ഗ്യാപ്പ് റോഡിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വന്നു. പക്ഷെ ഇവിടേക്ക് വരുമ്പോ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ പറഞ്ഞാൽ സെറ്റാണ്. ഒരു സമയം 31 ആയിട്ടുണ്ട്. ഉച്ചക്ക് 1:30 ക്ലൈമറ്റ് നോക്ക്. ഇന്നലെ വന്നപ്പോ എന്തായിരുന്നു? ഇന്നലെ നേരത്ത് സൂര്യൻ തലക്ക് വെച്ചിരിക്കും. കോട നോക്കിയാൽ ലാസ്റ്റ് കോട പിടിച്ച് നടക്കേണ്ട അവസ്ഥയൊന്നുമല്ലേ. എന്റെ ഫോണിൽ തന്നെ ഫുള്ള് വ്ളോഗ് എടുക്കാൻ ടൈമില്ല, ഫുള്ള് ഷോർട്സ് റീൽസ് ഫോട്ടോസ് ഒക്കെ എടുത്ത് ചാർജ് ചെയ്യുന്നു. നമ്മള് ഒരു ദിവസം ഉദ്ദേശിച്ച മാതിരി ആവില്ല അടുത്ത ദിവസം. ചിലവര് ഞങ്ങൾക്ക് ഇന്നലെ വിളിച്ചപ്പോ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു, നിങ്ങൾ നല്ല ടൈമിലാ പോയി നിങ്ങൾ തിരിച്ചു വീട്ടിൽ പോയിക്കോന്നൊക്കെ പറഞ്ഞു. റൂമൊന്നും എടുക്കണ്ട, ഇനിയിപ്പോ ഈ ക്ലൈമറ്റ് ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി പറഞ്ഞു. അപ്പൊ ഞങ്ങൾ തിരിച്ച് പോയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു സാധനം കിട്ടിയിരുന്നില്ല. നമ്മളങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. മഴ കൂടി മഴ കൂടി വണ്ടി കയറിക്കോ.
മഴ കൂടി ക്യാമറയിലൊക്കെ വെള്ളമുണ്ടോ? അപ്പൊ നമ്മളെ ഒരാള് ഡ്രസ്സൊക്കെ മാറ്റി അവിടേക്കിനും. മച്ച നല്ല റെസ്പോൺസീവ് ആട്ടോ. ഗ്യാപ്പ് റോഡിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടംപോലെ ടൈമാ അല്ലേ? അറ്റം പോലെ അറ്റം വരെ ഗ്യാപ്പ് റോഡില്. വേറെ എവിടും പോയിട്ടില്ല. അജ്മൽ അപ്പോഴും ഈ പോസ് തന്നെ. ഒരുത്തൻ വലിയ വീരവാദം വിളിച്ച് എന്തിനാ ഡ്രസ് മാറ്റുന്നു, ഷർട്ട് മാറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ഷർട്ട് എടുക്കാൻ തുടങ്ങുന്നു. ഗൈസ് അങ്ങനെ ചെക്കൻ ഷർട്ട് മാറ്റി. ഏത് ഷർട്ടിന് ലുക്ക് തന്നെ പറയണ ആളുടെ ഷർട്ട് നോക്ക്. ഗൈസ് അവിടെ എന്തോ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് നേരത്തെ അമ്പലം അവിടെ നിന്ന് പറഞ്ഞു. ഇപ്പൊ അമ്പലം കാണുന്നുണ്ടോ? അവിടെ വണ്ടി എന്റെ ഒന്നുമില്ലേ? മാറി നിൽക്കാം. മഴ പെയ്യുന്നു. നമ്മളിപ്പോ ഷർട്ട് ഇട്ട് ഫോട്ടോ എടുക്കാൻ വീട്ടിലെടുക്കാൻ. അപ്പൊ മഴ പെയ്യും ചെയ്യുന്നുണ്ട്. മഴ പെയ്യുക. ഗായ്സ് നമ്മളങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ വന്നടി. അപ്പൊ അടിയുടെ ചെറിയ ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ലോക്കൽസും പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. നല്ല അടിയായിരുന്നു. ചായപാത്രം കൊണ്ട് തലക്കൊക്കെ അടിക്കണ്ടായിരുന്നു. അതൊക്കെ പൊട്ടി വീഡിയോ ഒക്കെ പോന്നു. ലാസ്റ്റ് അവിടെ വാട്ടർഫോൾസ് ഇല്ല, ആ ഭാഗത്ത് വെച്ചിട്ടാണ് അടി ഉണ്ടായിരുന്നത്. കറക്റ്റ് അതിന്റെ മുമ്പില് അവിടെ കാണാനല്ലോ. നമ്മള് പോകുമ്പോ കച്ചവടക്കാരുണ്ടാകുന്നില്ലല്ലോ അവിടെ. ഇല്ലടാ, നമ്മള് വീഡിയോ എടുത്തിട്ടില്ല പോയി അല്ലേ? അല്ലേ ഉണ്ടവിടെ. ഇതിപ്പോ റോഡ് കാണാനില്ല ഗൈസ്, നോക്ക്. ഫോക്കസ് ചെയ്യാത്തതല്ല, റോഡ് കാണാനില്ല. അവിടെ നല്ല അടി. അപ്പൊ ഞങ്ങളെ വാട്ടർഫോൾസിൽ ഇറങ്ങിയില്ല, കാരണം അവിടെയാണ് ഫുൾ അടി. അവിടെ കുറെ തമിഴന്മാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഏതോ മല്ലു ഗംഗാണ്, അറിയില്ല. എന്നാലും നല്ല പൊട്ടിയുണ്ട്. ചെറിയ വീഡിയോസ് തന്നെ എടുത്തുണ്ട്. ചിലപ്പോ അതിന്റെ കൂടെ വെക്കും, ചിലപ്പോ വെക്കില്ല. അപ്പൊ അവിടെ നല്ല തിരിച്ചു. ഇനിയിപ്പോ പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ അവിടെ കയറി ഇറങ്ങിയിട്ടൊക്കെ പോകും. മഴ ഉണ്ടെങ്കിൽ ഇറങ്ങില്ല. ഇപ്പൊ തന്നെ തലക്ക് ഒരുവിധം വെള്ളമായി ഇല്ലേ? ഇപ്പൊ ഫോക്കസായി. പോയി ചില പൊസിഷനില്. ഇനിയിപ്പോ നമ്മൾ കോടേക്ക് വീണ്ടും എൻ്റർ ചെയ്യാൻ പോവാണ്. പെട്ടെന്നാണ് ഒന്നും കാണാതെ. ഇതാണ് അവസ്ഥ. നമ്മൾ ആദ്യം നിർത്തിയില്ലേ ആ ട്രാവലറൊക്കെ ഉള്ള സ്ഥലത്ത്? അതാണ് ആ സ്ഥലം. അതാണ് ഈ സ്ഥലം. ഇവിടെ എപ്പോഴും പോയിട്ടില്ല കേട്ടോ. രാജ്യമല എന്റെ വീഡിയോ എടുത്ത സ്ഥലം ഇവിടുന്ന്. നമ്മള് വണ്ടി ഇവിടെ നിർത്തിയത്. വീഡിയോ വരും ഗൈസ് ഏതെങ്കിലും കൊല്ലത്തില്. ഇപ്പൊ ഒന്ന് പോകുന്നുണ്ട്, ചെറുതായിട്ട് പോകുന്നുണ്ട്. ഓരോ ഭാഗത്താണ് ഗൈസ്. ഇവിടെ ഒക്കെ ഏകദേശം പോയി. പക്ഷെ എന്നാലും ഉണ്ട്. നമ്മളിവിടെ ചോളം കഴിക്കാൻ എത്തേക്കാണ്, ഗ്യാപ്പ് റോഡിൽ തന്നെ. നമ്മുടെ വണ്ടി ഇത് രസമുണ്ടോ ഗൈസ്? കമന്റ് ഇട്, എന്നിട്ട് നമുക്ക് അടുത്ത വരണം മേടിക്കാം. ചേച്ചി ഫസ്റ്റ് 150 എന്നല്ലേ പറഞ്ഞേ? ഞങ്ങൾ ഡിസ്കൗണ്ട് ചോദിച്ചപ്പോ ചേച്ചി മെല്ലെ 150. ചേച്ചി നേരം ആശുമല, ഞാൻ വണ്ടി റിവേഴ്സ് എടുത്തിടാ. 200 ചാക്ക് എടുത്തിട്ട് അതിൽ വെക്കിട്ടോ. ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കണ്ടതാ, എന്റെ പിന്നാലെ വരണോ വീഡിയോ എടുത്തിട്ട്? അപ്പൊ നമുക്കിന്ന് ഇവിടുന്ന് തിരിക്കാല്ലേ? നല്ല വീടാ, അതായിരിക്കും നല്ലത്.
ഇപ്പൊ സമയം അല്ല നമ്മൾ ശരിക്കും ചോറ് വെച്ചിട്ടില്ല അല്ലേ? സമയം 3:45. പക്ഷെ അവിടെ ഉച്ച ഫീല് വന്നാൽ നമ്മള് ഫുഡ് കഴിക്കുക. ഉച്ചയായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അത് മാത്രല്ല ഉച്ചയായിട്ട് ഫീലില്ല. നമുക്ക് വല്ല തിരിക്കാല്ലേ? നമ്മള് ഇന്നലെ വന്നിട്ട് ഈ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇന്നലെ വന്നു. നമ്മള് കറക്റ്റ് എത്തി 8 മണിക്കാ. അപ്പോൾ ഇന്നലെ ടൈം അലൗഡല്ല, 8 മണി വരുള്ളൂ എന്ന് അവർ പറഞ്ഞേ. അപ്പോൾ 8 മണിക്ക് ക്ലോസ് ആക്കി. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും വന്നേക്കാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ. അധികമൊന്നും ഇല്ല വേണല്ലേ. അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ, അത് സെറ്റാ. പക്ഷെ ഇത് എല്ലാവരും പറഞ്ഞ് രാത്രിയിൽ വരണം എന്നാ പറയണത്. രാത്രിയാണ് രസം, കാരണം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രസം. ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ഗൈസ് മേലെ. അതിൽ മാത്രം കയറുന്നുണ്ടെങ്കിൽ 250 രൂപ എക്സ്ട്രാ കൊടുക്കണം ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണമെങ്കിൽ. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ 100 രൂപ. അങ്ങനെ പ്രാനുണ്ട് കേട്ടോ. ചിറക്കലാണോ? ബാലുണ്ട്. നീ ബാലുണ്ട് നോക്കി പറയാൻ മാത്രം ആയോ? എൻട്രൻസ് ഒക്കെ രസം കേട്ടോ. ഇതിനൊക്കെ വെള്ളം ശരിക്കും വരണം, പക്ഷെ വെള്ളം ഒന്നും വരുന്നില്ല. ആ വെറുതെ കേട്ടോ രാത്രി വരണം പറഞ്ഞ്. അയവാ ഇത് നോക്ക്, സ്റ്റെപ്പ് വീഴണ്ട കേട്ടോ. ഇത് ചെറിയൊരു ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പാണ് അല്ലേ? പിന്നെ മേലെ കയറുമ്പോഴുള്ള വ്യൂ കുട്ടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ ചെറിയ പാർക്കൊക്കെ ഉണ്ട് അല്ലേ? ഇത് കൂടെ കയറിയിട്ട് ഇത് കൂടെ വരാം. ഗായ്സ് ഇപ്പോൾ ഒരാൾ വരും ഗായ്സ്. ഇതൊരു ചെറിയ കുട്ടി, ധൈര്യം വലിയ ചെറിയ കുട്ടി. പൊന്തിക്കണ്ട, ഇരുന്നാ മതി. അതല്ല ഞാൻ ഫുള്ളോട് പൊക്കി നീ ഇങ്ങോട്ട് വീഴും. താഴ്ത്ത് ബ്ലോഗ് കിട്ടിയില്ലേ? ഏകദേശം ടയേർഡായി. പോലീസൊക്കെ ഉണ്ടല്ലോ ഇവിടെ. വയ്യാണ്ടായില്ലേ നടന്നിട്ട്. അപ്പൊ നമ്മള് ഇവിടുന്ന് ഇറങ്ങാണ്. ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. ഇപ്പൊ ഏതെങ്കിലും സ്പോട്ട് കാണാൻ നിർത്തും, അല്ലാന്നുണ്ടെങ്കിൽ നേരെ തിരിക്കും. വയ്യാണ്ടായി. നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. അടിയിൽ ചെറിയൊരു വീട്. ഇപ്പൊ അധികം ഇരുട്ടാൻ വേണ്ടി നിൽക്കണില്ല, അതിന് മുന്നേ തിരിച്ചു പോകാൻ വിചാരിച്ചു. അപ്പൊ റോഡിലുള്ള തിരക്കും കാര്യങ്ങളൊന്നുമില്ല. മറ്റേ വാട്ടർഫോൾസ് ഒന്നുകൂടെ നിൽക്കാൻ പറ്റും അല്ലേ? ചീയപ്പാറ വാട്ടർഫോൾസ് നല്ല മഴക്കാറില്ല അവിടെ. മഴക്കാറുണ്ട്. ഫസ്റ്റത്തെ വീഡിയോ എവിടെ എത്താത്ത ഒരു നെല്ലിയാമ്പതി വ്ളോഗ്. പാർട്ട് വന്നിട്ടോ പാർട്ട് 2 കുറെ ഒക്കെ ഡിലീറ്റ് ആയി പോയി. പിന്നെ കല്യാണത്തിന് തിരക്കായിരുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ കിട്ടും. ചെയ്യപ്പാറ അല്ലേ? ചെയ്യപ്പാറ വാട്ടർഫോൾസ് എത്തി. ഇവിടെയാകുമ്പോ നല്ല ഇരുട്ടായി. കാണുന്നുണ്ടോ നിങ്ങൾക്ക് അറിയില്ല. കാണുന്നില്ല കേട്ടോ. നമ്മളിവിടെ ഇറങ്ങണില്ല, അവിടെ അപ്പൊ ഫുള്ള് ഇരുട്ടായി. ആൾക്കാരുണ്ട്, അപ്പൊ നമ്മൾ ഇറങ്ങണില്ല. എന്തായാലും അപ്പൊ നമ്മളെന്തായാലും തിരിച്ച് പോവന്നെ. അപ്പൊ അങ്ങനെ അപ്പൊ സ്ഥലത്ത് പേരൊന്നും അറിയില്ല. വോയിസ് കിട്ടുന്നതാണോ പോലെ ഓട്ടോറിക്ഷയും ഇതൊക്കെ ആയിട്ടേ. അപ്പൊ നമ്മള് ഇപ്പൊ എവിടൊക്കെ കൊണ്ട് എത്തി. ഇവിടെ എത്തിയപ്പോ നല്ല തലവേദന. അപ്പൊ ചായ കുടിക്കാൻ വെച്ചു. അപ്പൊ ചായ കുടിച്ചിട്ട് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യും.
ബൈപ്പാസിലാണ് നിൽക്കുന്നത്. വെളിച്ചുണ്ടോ? എന്നെ കാണുന്നുണ്ടോ? ഇവിടെ ഭയങ്കര ഇരുട്ടല്ലേ? അച്ഛമ്മളി ചായ കുടിച്ച് ഉറങ്ങണോ? ഉറങ്ങി ചായ കുടിക്കണോ? വേണ്ട വേണ്ട വേണ്ട. തുപ്പികളാണോ? അത് എത്ര? അല്ല മൊത്തം 2 ചായ, 1 ഹോർലിക്സ്, 1 സമൂസ, 3 രൂപ ഡിസ്കൗണ്ട്. ഇത് നൊസ്റ്റുള്ള സാധനം എന്ന് പറഞ്ഞല്ലേ? അപ്പൊ നമ്മള് പോവാണ്. അപ്പൊ ഗൈസ്, നിങ്ങൾക്കൊരു സത്യം പറയാനുണ്ട്. നിങ്ങളിപ്പോ വ്ളോഗർ അല്ലെങ്കിൽ കൂടെ വീഡിയോ എന്താ പറയാ യൂട്യൂബ് ഇല്ലെങ്കിൽ കൂടെ ജസ്റ്റ് ഒരു ട്രൈപോഡും ക്യാമറ ഓൺ ആക്കിയിട്ട് എവിടേക്ക് കയറുകയാണെങ്കിൽ, ഇപ്പൊ റിസോർട്ട് എടുക്കുകയാണെങ്കിൽ, എന്താ ഹോട്ടലിൽ കയറുകയാണെങ്കിൽ, ഇതുപോലെ ചായ കുടിക്കാൻ കയറണമെങ്കിൽ എപ്പോഴും ക്യാമറ ഓൺ ആക്കിയിട്ട് മാക്സിമം ചെല്ലാൻ ശ്രമിക്കുക. കാരണം നമുക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ നല്ല പെരുമാറ്റമായിരിക്കും. ഇപ്പൊ ഒരു ഓവർ ഡിസ്കൗണ്ട് അല്ല, എന്നാലും കുഴപ്പമില്ല. മിഠായിക്ക് പോയി നമുക്ക് ഡിസ്കൗണ്ട് തരേണ്ടി വരും. കാരണം അങ്ങനെ ആരും കടയിൽ ചെയ്യാറില്ല. 75 രൂപയാ, 75 മേടിക്കും. ഗൂഗിൾ പേ ഉണ്ട്. നമ്മൾ കറക്റ്റ് ഗൂഗിൾ പേ ആണെങ്കിൽ കറക്റ്റ് പൈസ നമ്മൾ എല്ലാവരും അയച്ചു കൊടുക്കും. അത് 3 രൂപ ഇങ്ങനെ വേണ്ട അങ്ങനെ ആരും പറയില്ല. പക്ഷെ ഇവിടെ മച്ചാൻ പറഞ്ഞത് 75 എങ്ങാണ്ടായി. ഡിസ്കൗണ്ട് ഇട്ട് അത് ഇത്ര ഇട്ടാൽ മതി അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ടിപ്പ് പറയാണ്, എവിടേക്ക് പോകണമെങ്കിലും ക്യാമറയും ട്രൈപോഡും പിടിച്ച് പോവുക. അപ്പോൾ നല്ല ഡിസ്കൗണ്ട് കിട്ടും. ഇനിയിപ്പോൾ യൂട്യൂബ് ചാനൽ ആണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒക്കെ ഒരാളുടെ പേര് പറഞ്ഞു കൊടുക്കാം, എന്നിട്ട് വേറെ സ്ഥലം വിടുക. അപ്പൊ അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഞങ്ങള് നല്ല വിടുകയാണ്. അപ്പൊ കട പേരൊന്നും അറിയില്ല, ഏതാ സ്ഥലം ഒന്നും അറിയില്ല. ബൈപ്പാസ് ആണിത്. ആ ചുരം ഇറങ്ങുമ്പോ അങ്ങനെ സാധനം വന്നു അല്ലേ? ഏതാ ഒഴിക്കല്? ആ ഒഴിക്കല് കാണുമ്പോ ഉണ്ടല്ലോ. എങ്ങനുണ്ട്? കഴിക്ക്. എന്താണ് സാധനം? എങ്ങനുണ്ട്? ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ പറയും. നമ്മളിനി ഫുഡ് കഴിച്ചാൽ നേരെ വീട്ടിൽ പോകും. അപ്പോൾ പിന്നെ ഇതോടെ കൂടെ ഉണ്ട് വൈൻഡപ്പ് ചെയ്യാൻ വെച്ചു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്തെങ്കിലും വലിയ സുഖമില്ലെന്ന് അറിയാം. അവിടെ പാട്ടൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത നോവൽ കാണാം. ബൈ. ഓക്കെ.